നമ്മുടെ മക്കള് പടച്ചവനെ നമ്മുടെ ജീവനാണല്ലോ, നമ്മുടെ പ്രാണനാണല്ലോ. നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മളെല്ലാ ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ ഉറക്കമൊഴിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. മലപ്പുറം ജില്ലയില് വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ടോ അത്തിപ്പറ്റ ഉസ്താദിന്റെ മക്കാമുമായിട്ട് ബന്ധമുള്ളൊരു കുടുംബമുണ്ട്. അല്ലാഹുവേ, ഏകദേശം എന്റെ പ്രിയമുള്ളവര് ഒരു 5.5 മാസം മുമ്പ്, 6 മാസം മുമ്പ് ഞാൻ ആ വീട്ടിൽ പോകുമ്പോ അവിടെ ഫഹീം എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ട്. എന്റെ കൂടെ കളിച്ച പൊന്നുമോനാ, എന്റെ കൂടെ ചിരിച്ച പൊന്നുമോനാ, എന്റെ കൂടെ ഭക്ഷണം കഴിച്ച പൊന്നുമോനാ. നാദാ, 2 മാസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫഹീമിനെ കാണാനില്ല. അവരോട് ഞാൻ ചോദിച്ചു, ഫഹീം എവിടെ? അവരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, പ്രിയമുള്ള ഉസ്താദ്, ഫഹീമിനുണ്ടല്ലോ ക്യാൻസർ ആണ് ഉസ്താദ്, ബ്ലഡിലാണ് ക്യാൻസർ ഉസ്താദ്, RCCയിലാണ് ഉസ്താദ്. ഒരു ദിവസം എന്റെ മൊബൈൽ ഫോണിലേക്ക് ഫഹീം എന്ന് പറയുന്ന പൊന്നുമോന് വിളിക്കുമ്പോ ആ പൊന്നുമോന്റെ മുഖം കാണുമ്പോ ഒരാൾക്കും എന്റെ പ്രിയമുള്ളവരെ താങ്ങാൻ കഴിയില്ല. തലയിൽ മുടിയില്ല, തലയിൽ മുടിയില്ലോ. വളരെ ക്ഷീണിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ തളർന്നുകൊണ്ടിരിക്കുകയാ. എന്നോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ, വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. ഈ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, ഈ വിനീതം ജോലി ചെയ്യുന്ന ഇടുക്കി ജില്ലയില് പാലമലയില് ജുമുഅ കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, ആ പ്രിയമുള്ള സഹോദരന്റെ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, പ്രിയമുള്ള ഉസ്താദ് ഫഹീമുണ്ടല്ലോ വിട പറഞ്ഞു ഉസ്താദ്, ഫഹീമുണ്ടല്ലോ മരിച്ചു ഉസ്താദ്. അല്ലാഹുവേ, RCCയിൽ നിന്ന് ആംബുലൻസിലാ പ്രിയപ്പെട്ട പൊന്നുമോനെ മയ്യത്തു. പടച്ചവരെ, ചങ്ങനാശ്ശേരിയില് കോട്ടയം വഴിയാ മയ്യത്തു പോകുമ്പോ എന്റെ വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ ഓടിയാല് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമെത്തുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവിടത്തേക്ക് ഞാൻ ചെല്ലുമ്പോ ആംബുലൻസ് നിർത്തി തന്നു. ഞാൻ ആംബുലൻസിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഫഹീമിനെ ഫ്രീസറിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാ. വാപ്പ ചാടി എണ്ണീക്കുകയാ, ഉമ്മ കരയുകയാ. അല്ലാഹുവേ, ഫഹീമിന്റെ പടച്ചവനെ ഫ്രീസർ ഇങ്ങനെ പൊക്കി നോക്കുമ്പോ തലയിൽ മുടിയില്ലാത്ത മയ്യത്താ, ക്ഷീണിച്ചൊരു മയ്യത്ത് ഇങ്ങനെ കിടക്കുകയാ. ഫഹീമുണ്ടല്ലോ അനങ്ങാതെ കിടക്കുകയാ. ഞാനിങ്ങനെ ദുആ ചെയ്യുമ്പോ ആ പ്രിയപ്പെട്ട ഫഹീമിന്റെ ഉമ്മയുണ്ടല്ലോ അടുത്തിരുന്ന് കണ്ട് കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദേ,